ജീവന്റെ തുടിപ്പിനായി രക്തചംക്രമണത്തെ സുഗമമാക്കാൻ പടച്ച തമ്പുരാൻ കനിഞ്ഞു നൽകിയ വൃക്കകൾ സ്വാഭാവിക പ്രവർത്തനം നിലച്ചാലുള്ള പരിഹാരമാണ് ഡയാലിസിസ്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഡയാലിസിസ് ചെയ്ത് ജീവിതം തള്ളി നീക്കുന്നവരെ നിങ്ങൾ നേരിൽ കണ്ടിട്ടുണ്ടോ? ആയുസ്സിന്റെ നൂൽപാലത്തിൽ കരുണാർദ്രതയുടെ കരുതൽ നിലയ്ക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ഇത്തരത്തിലുള്ള നൂറുകണക്കിന് പേരാണ് കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിൽ ചികിത്സയിലുള്ളത്. അത്യാവശ്യമായത് വ്യത്യസ്തമായി ചെയ്തു തീർക്കുക എന്നതാണ് സെന്ററിനെ വേറിട്ടതാക്കുന്നത്. ഉള്ളതെല്ലാം വിറ്റുപെറുക്കിയിട്ടും പ്രിയതമനെ രക്ഷിക്കാനുള്ള ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ലെന്ന പാവപ്പെട്ട ഒരു സഹോദരിയുടെ കരഞ്ഞു പറച്ചിലിനു മുന്നിൽ ഇടറാത്ത ആത്മവിശ്വാസം നൽകിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കസേരയിലിരുന്ന് ഒരു പതിറ്റാണ്ടിന് മുന്നേ PA ജബ്ബാർ ഹാജിയുടെയും സുമനസുകളുടെയും അചഞ്ചലമായ തീരുമാനമാണ് ഇന്ന് ഈ കാണുന്ന വിശാലമായ ഡയാലിസിസ് സംവിധാനം. ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നും ദയയുടെ പര്യായമായ ഡയാലിസിസ് സെന്റർ കൊണ്ടോട്ടി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ ചെറിയ സൗകര്യങ്ങൾക്കിടയിലേക്കാണ് പിറന്നു വീണത്. 6 മെഷീനുകളിലായി 21 രോഗികൾക്ക് മാത്രം ചികിത്സ ലഭിക്കുന്ന ഈ കേന്ദ്രം 2015 ഏപ്രിൽ 3 കേരള വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനാൽ തുടക്കമായപ്പോൾ അത് ചരിത്രത്തിലേക്കുള്ള പുതിയ അടയാളപ്പെടുത്തലിന്റെ മനോഹര മുഖമായി മാറി. വെല്ലുവിളികൾ ഏറെ നിറഞ്ഞ പല ഘട്ടങ്ങളിലും പതറാത്ത ആത്മവിശ്വാസം കൈമുതലാക്കി മുന്നേ നയിച്ച ജബ്ബാർ ഹാജിയുടെ ഇച്ഛാശക്തി തന്നെയാണ് ഈ സംരംഭം ഇന്നു കാണുന്ന ഉയരങ്ങളിലേക്ക് എത്തി നിൽക്കുന്നതിന് പിന്നിൽ. കിഡ്നി രോഗികളെ കൊണ്ട് നിറഞ്ഞ ഒരു ചികിത്സാ കേന്ദ്രം എന്നതല്ല സെന്ററിന്റെ പ്രഖ്യാപിത നിലപാട് എന്നത് അടിവരയിടുന്നതാണ്. നാടൊട്ടുക്കും സഞ്ചരിച്ച് വൃക്കരോഗ ക്യാമ്പ് സംഘടിപ്പിച്ച് മാരകമായ ഈ രോഗത്തിനെ മുളയിലെ നുള്ളാൻ കെൽപ്പുളവാക്കുന്ന മൊബൈൽ ലാബ്, 100 കണക്കിനിടങ്ങളിൽ 10,000ങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പരിശോധന നടത്തിയ ഈ ലാബ് വഴി നിത്യരോഗാവസ്ഥയിലേക്ക് വീഴാതെ രക്ഷപ്പെട്ടത് എണ്ണിയാലൊടുങ്ങാത്തത്ര പേരാണ്. ഡയാലിസിസ് സെന്ററിന്റെ മക്ക സപ്പോർട്ട് കമ്മിറ്റിയാണ് ഇത് സെന്ററിനു നൽകിയത്. അസൗകര്യങ്ങൾക്കിടയിൽ വീർപ്പുമുട്ടിയ ഈ കാരുണ്യ കവാടത്തെ ഏറെ സൗകര്യങ്ങളിലേക്ക് പറിച്ചു നടണമെന്ന കാഴ്ചപ്പാടാണ് ഹാജിയെയും ടീമിനെയും സെന്റർ മാറ്റി സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ചത്. കൊണ്ടോട്ടിക്കടുത്ത കോടങ്ങാട് NES കോളേജിന്റെ കൈവശമുണ്ടായിരുന്ന സ്ഥലവും പഴയ കെട്ടിടവും വിലയ്ക്കു വാങ്ങി വിപുലീകരിച്ച പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കി സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളുടെ ഉപദേശ നിർദ്ദേശങ്ങളാൽ പണി പൂർത്തിയാക്കി 2018 കേരള മുഖ്യമന്ത്രി ബഹുമാന്യനായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ മഹനീയ സാന്നിധ്യത്തിൽ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പോസിറ്റീവ് ഡയാലിസിസിന്റെ ജില്ലയിലെ തന്നെ അപര്യാപ്തതയിൽ പ്രയാസപ്പെടുന്ന നിരവധി രോഗികൾക്ക് സമാശ്വാസമായി പോസിറ്റീവ് ഡയാലിസിസ് സെന്റർ ഡോക്ടർ MK മുനീർ സാഹിബ് സമർപ്പിച്ചു. മുന്നോട്ടുള്ള പ്രയാണത്തിലേക്കായി പ്രതീക്ഷാപൂർവം ഉടയ തമ്പുരാനോട് പ്രാർത്ഥിക്കുകയല്ലാതെ മുന്നിൽ തെളിഞ്ഞ മറ്റൊരു മാർഗമില്ലാതിരുന്ന ഘട്ടത്തിൽ സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ള കൈമേയ് മറന്ന സഹായമാണ് പിച്ചവെച്ചു നടക്കാൻ ധൈര്യം പകർന്നത്. കുടുംബശ്രീ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ സ്വരൂപിച്ച ഫണ്ട് കൊണ്ടോട്ടി വൈദ്യർ സ്മാരകത്തിൽ വെച്ച് ചേർന്ന ചടങ്ങിൽ ബഹുമാന്യ നേതാവ് അഹമ്മദ് സാഹിബ് ഏറ്റുവാങ്ങിയത് എന്നെന്നും ഓർമ്മയിൽ തെളിഞ്ഞു നിൽക്കുന്നതാണ്. താഴെ തട്ടിലുള്ള സാധാരണക്കാർ അന്നേ ഇതിന് നെഞ്ചിലേറ്റി എന്ന അഭിമാനം ഉൾപ്പൊളകം നൽകുന്നതാണ്. ജാതിമത സംഘടനാ വ്യത്യാസമില്ലാതെ ചേർത്തു പിടിച്ച് ഈ സ്ഥാപനത്തെ സഹായിച്ചു കൊണ്ടിരിക്കുന്നവരെ എണ്ണിയാൽ തീരാത്തതാണ്. നാട്ടിലെ പൊതുപ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, വിവിധ KMCC കമ്മിറ്റികൾ ഉൾപ്പെടെയുള്ള പ്രവാസി സുഹൃത്തുക്കൾ, മഹല്ല് കമ്മിറ്റികൾ, അമ്പല കമ്മിറ്റികൾ, സ്കൂൾ വിദ്യാർത്ഥികൾ, മദ്രസ വിദ്യാർത്ഥികൾ, ബസ് ഓട്ടോ തൊഴിലാളികൾ, കച്ചവടക്കാർ, റേഷൻ ഡീലേഴ്സ് തുടങ്ങി കല്യാണ വീടുകളിലും മരണാനന്തര ചടങ്ങുകൾക്കിടയിലും വിശിഷ്ടമായ മറ്റു ദിനങ്ങളിലുമൊക്കെ ആളുകൾ പ്രാർത്ഥനാപൂർവം ചേർത്തുപിടിച്ച് സഹായിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതിനെ നിലയ്ക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പിൻബലം. നന്മ പറ്റാത്ത ഇത്തരം സുമനസ്സുകളുടെ കൂട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ് മണലാരണ്യത്തിലെ നദിഹി കുടുംബത്തിന്റെ സഹായഹസ്തങ്ങൾ.
സെന്ററിന്റെ വിപുലീകരണ പ്രവർത്തനങ്ങളിൽ വലിയ കൈത്താങ്ങായ ഈ കുടുംബം തന്ന ആത്മധൈര്യം പാവപ്പെട്ടവർക്കായി വലിയ സ്വപ്നങ്ങൾ കാണാൻ നമ്മെ പ്രാപ്തരാക്കുന്നതാണ്. സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഓർമ്മകൾ നെഞ്ചിലേറ്റി പണിത നിത്യസ്മാരകമായ ഡയാലിസിസ് സെന്റർ പാണക്കാട് കുടുംബം ചേർത്തുപിടിച്ച് മുന്നേ നയിക്കുന്നു എന്നത് തിളക്കമുള്ള അഭിമാനമാണ്. സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ 2020 ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം കുറിച്ച ഡയാലിസിസ് സെന്ററിലെ മെഷീനുകളുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത് സെയ്ദ് അസീസ് അലി ശിഹാബ് തങ്ങളായിരുന്നു. സെയ്ദ് ഹൈദരലി തങ്ങളുടെ വിയോഗശേഷം അദ്ദേഹത്തിന്റെ പേരിൽ പണിത പുതിയ ബ്ലോക്ക് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് നാടിനു സമർപ്പിച്ചത്. സെയ്ദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉപദേശക സമിതി ചെയർമാനായും കൂടെ തന്നെയുണ്ട്. സെയ്ദ് അബ്ബാസ് അലി തങ്ങൾ, റഷീദ് അലി തങ്ങൾ, ഹമീദ് അലി തങ്ങൾ, ബഷീർ അലി തങ്ങൾ, മൊയ്ൻ അലി തങ്ങൾ തുടങ്ങി പാണക്കാട് കുടുംബത്തിലെ മുഴുവൻ പേരുടെയും നിത്യശ്രദ്ധയിലാണിത് മുന്നോട്ടു പോകുന്നത്. കണ്ണീരിന്റെ തീരാ കയത്തിലേക്ക് താഴ്ന്നു പോകുമായിരുന്ന നൂറുകണക്കിന് പാവപ്പെട്ട കിഡ്നി രോഗികൾ ജീവന്റെ തുടിപ്പ് നിലയ്ക്കാതെ, ആയുസ്സിന്റെ പാലം മുറിയാതെ, ഉള്ളിലെ ചോരയൊഴുക്കിന്റെ നിലനിൽപ്പിനായി ഇരുകരം നീട്ടി ഉടയ തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സെന്ററിൽ ഇതിനിടെ ആരംഭിച്ച പാരാമെഡിക്കൽ കോഴ്സ് സെയ്ദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സെയ്ദ് അവറുകളുടെ മേൽനോട്ടം സെന്ററിന്റെ പ്രവർത്തനത്തിന് വലിയ കരുത്തു പകരുന്നു. 50ഓളം മെഷീനുകളിലായി ദിനേനയുള്ള മാറി മാറി വരുന്ന ഷിഫ്റ്റുകളിൽ ഇടമുറിയാതെ രക്തശുദ്ധീകരണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പിന്നിട്ട കാലയളവിൽ 2 ലക്ഷത്തിലേറെ ഡയാലിസിസുകൾ സൗജന്യമായി ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞപ്പോൾ തന്നെ ആ അവസരത്തിനായി അപേക്ഷ തന്നു കാത്തിരിക്കുന്ന 500ഓളം പേർ ഇനിയുമുണ്ടെന്നത് ഇതിന്റെ അനിവാര്യത വീണ്ടും വീണ്ടും നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നിട്ട കാലയളവിൽ സെന്റർ തുടങ്ങിവെച്ച സദുദ്യമങ്ങൾ പലതാണ്. മേൽ പ്രതിപാദിച്ച മൊബൈൽ ലാബിനു പുറമെ നമ്മളൊരുക്കിയ കുടിവെള്ള പരിശോധനാ സംവിധാനം സഞ്ചരിക്കുന്ന ലബോറട്ടറിയായി രൂപപ്പെടുത്തുകയും ആധുനിക രീതിയിലുള്ള വാട്ടർ അനാലിസിസ് ലാബ് ഇവിടെ സജ്ജമാക്കാനും കഴിഞ്ഞു. കിഡ്നി രോഗവ്യാപനത്തിൽ നമ്മുടെ കുടിവെള്ളത്തിന്റെ നിർണായക സ്വാധീനവും ഉണ്ടെന്ന കണ്ടെത്തലാണ് ഇതിന്റെ പ്രചോദനം. JCI നൽകിയ ആംബുലൻസും യാംബു KMCC നൽകിയ ആംബുലൻസും രോഗി പരിചരണത്തിനായി സദാസമയം ഇവിടെയുണ്ട്. സെന്ററിന്റെ ആദ്യകാല ഡയറക്ടർ CP കുഞ്ഞാൻ മരണപ്പെട്ട ശേഷം അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി കുടുംബം പണിതു നൽകിയ ഭക്ഷണശാല ഇവിടുത്തെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നിത്യാശ്രയമാണ്. ചേർത്തുപിടിക്കലിന്റെ വശ്യമനോഹാരിത മലയാളിക്കു പരിചയപ്പെടുത്തിയ പാണക്കാട് തങ്ങന്മാരുടെ ഓർമ്മകളിൽ മുന്നോട്ടു പോകുന്ന ഇവിടം കാഴ്ച പരിമിതരെയും അംഗപരിമിതരെയും ഭിന്നശേഷിക്കാരെയും മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും ഒക്കെ പരിഗണിച്ച് അവരിലേക്ക് കൂടി എത്തിച്ചേരാനുള്ള വിപുലമായ പദ്ധതികൾക്കും തുടക്കമിട്ടു. നിരവധി കാഴ്ച പരിമിതർക്ക് ജീവിതോപാധി കണ്ടെത്തുന്നതിനുള്ള പദ്ധതിയും സെന്റർ വഴിയൊരുക്കി. കാഴ്ച പരിമിതർക്ക് സ്വയം തൊഴിൽ യൂണിറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞു. നിർധന രോഗികൾക്ക് സൗജന്യ നിരക്കിൽ ഫിസിയോതെറാപ്പിയും സെന്ററിൽ നിർമ്മിച്ചു നൽകി. ഈ മഹാസംരംഭത്തിന് വിപുലമായ ഓഫീസ് അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കി. 10 വർഷം പിന്നിട്ട ഡയാലിസിസ് സെന്ററിന്റെ വാർഷിക പരിപാടികൾക്ക് പുതിയ കെട്ടിട സമുച്ചയ സമർപ്പണത്തോടുകൂടി സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തുടക്കമിട്ടു. വിദഗ്ധരായ നെഫ്രോളജി ഡോക്ടർമാരുടെ സ്ഥിര സേവനം ഇവിടെ ഉറപ്പുവരുത്തി. രോഗികൾക്കായി അത്യാധുനിക ലാബും ഫാർമസിയും സൗകര്യവുമായി. സെന്ററിനകത്തു തന്നെ കുടിവെള്ള പരിശോധനാ ലാബ് ക്രമീകരിച്ചു. ഇതിനോടകം തന്നെ 6000 കിണറുകളിലെ വെള്ളം പരിശോധനയ്ക്ക് വിധേയമാക്കി. ബൃഹത്തായ ഈ സെന്ററിൽ ഇടതടവില്ലാതെ നടക്കുന്ന സഹൃദയ കൂട്ടായ്മയ്ക്കുള്ള വേദിയും സ്റ്റേജും അതോടൊപ്പം ആകർഷകമായ ഗേറ്റും മക്ക KMCC നിർമ്മിച്ചു. ശുചീകരണത്തിനുള്ള RO പ്ലാന്റ് ജിദ്ദ KMCCയും വാട്ടർ പ്യൂരിഫിക്കേഷൻ സംവിധാനം ദമാം KMCCയും നൽകി. ഈ കോമ്പൗണ്ടിനുള്ളിൽ പ്രാർത്ഥനാ സൗകര്യത്തിനായുള്ള മനോഹരമായ മസ്ജിദ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മുഖാന്തരം പണിതു നൽകി. ഇങ്ങനെ പറഞ്ഞാലും തീരാത്തത്ര പദ്ധതികൾ ജനനന്മയ്ക്കായി സമർപ്പിച്ചു കൂടെ നിൽക്കാൻ സുമനസ്സുകൾ മുന്നോട്ടു വരുന്നത് തന്നെയാണ് എല്ലാ സൽപ്രവൃത്തികളുടെയും ആധാരം. സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ പ്രത്യേക താൽപ്പര്യത്തിൽ നിന്നും മുളപ്പൊട്ടിയ ആശയമാണ്
ഓട്ടിസം ബാധിച്ചവരെയും കുടുംബത്തെയും കൂടി ചേർത്തുപിടിച്ച് മുന്നോട്ടു പോകാൻ നമ്മൾ തുടക്കം കുറിച്ച സ്റ്റെപ്സ്. കൊണ്ടോട്ടിക്കടുത്ത് വെട്ടുകാട് പ്രദേശത്ത് വിശാലമായ സൗകര്യമൊരുക്കി പണി തുടങ്ങിക്കഴിഞ്ഞ ശിഹാബ് തങ്ങൾ എംപവർമെന്റ് ആൻഡ് പാലിയേറ്റീവ് സോൺ നിരവധി പുണ്യപ്രവർത്തനങ്ങളുടെ കൂടി നിലമൊരുക്കുകയാണ്. ചികിത്സയും പുനരധിവാസവും സ്വയം തൊഴിലും നൽകുന്നതോടൊപ്പം ആ കുടുംബങ്ങൾക്ക് നിത്യാശ്വാസം പകരാനും പദ്ധതിയിട്ട സ്റ്റെപ്സ് ഈ മേഖലയിലെ വിസ്മയമാവുമെന്നത് തീർച്ച. വ്യത്യസ്തമാകുന്നത് ചെയ്യുക എന്നത് മാത്രമല്ല, അത്യാവശ്യമായത് വ്യത്യസ്തമായി ചെയ്തുകൊണ്ടേയിരിക്കുക എന്ന ആപ്തവാക്യമാണ് പ്രിയപ്പെട്ട ജബ്ബാർ ഹാജിയെയും ടീമിനെയും മുന്നോട്ടു നയിക്കുന്നത്. പിന്തുണയും സഹായവും ഉപദേശനിർദ്ദേശങ്ങളുമായി നാം എല്ലാവരും കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിനൊപ്പം എന്നും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഒരുമിച്ചു നിന്ന് നമ്മൾ ചെയ്തു തീർത്തുകൊണ്ടേയിരിക്കുന്ന ഈ സുഹൃതം ഇഹലോകത്തും പരലോകത്തും നമുക്ക് മുതൽക്കൂട്ടാവും. കാരുണ്യത്തിന്റെ നിലയ്ക്കാത്ത ധാരകൾ, വിസ്മയിപ്പിക്കും കഥകൾ പിൽക്കാലത്തു പറയുമ്പോൾ നെഞ്ചിൽ കൈവച്ച് ആത്മസംതൃപ്തി നുകരാൻ ഭാഗ്യം ചെയ്തവരായി മാറാം നമുക്ക്.